ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ വെസ്റ്റ് സൈഡിലെ ജെൻസിൻ്റെ സെക്ഷനാട്ടോ കാണിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ലേഡീസിൻ്റെ ഡ്രസ്സും അതുപോലെ ഹോം ഡെക്കോറും എല്ലാം കൂടെ ചേർത്തിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വെസ്റ്റ് സൈഡിൻ്റെ. അപ്പോൾ അത് ഓൾറെഡി 15 മിനിറ്റ്സ് എന്തോ അടുത്തെത്തായതുകൊണ്ട് ഞാൻ പിന്നെ അത് അവിടെ വെച്ച് കട്ട് ചെയ്തു. ഇപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ജെൻസിൻ്റെ ഞാൻ വേറെ ആയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ വെസ്റ്റ് സൈഡിൽ വന്നത് ഹസ്ബൻഡിന് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ അടുത്തുള്ളത് നോക്കിയപ്പോൾ ഇവിടെ വെസ്റ്റ് സൈഡാണുള്ളത്. വെസ്റ്റ് സൈഡ് സ്റ്റുഡിയോ മാക്സ് ആണുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വെസ്റ്റ് സൈഡിൽ വന്നിട്ട് ഡ്രസ്സ് എടുക്കാമെന്ന്. അങ്ങനെ ഞാൻ ഡ്രസ്സ് നോക്കുവാണ്. അവിടെ കുറേ ടൈപ്പ് ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഫോർമൽ ഡ്രസ്സ്, ഫ്ലോറൽ ഡ്രസ്സ്, ഹൂഡി, ടീഷർട്ട്, അങ്ങനെ എല്ലാത്തിലും കുറേ വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു. ഷർട്ടൊക്കെ 999, 1500 അങ്ങനെ പല റേഞ്ചിലുള്ള ഷർട്ടും ഒക്കെ ഉണ്ടായിരുന്നു. സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ അവിടെ പുതിയ മോഡലൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതെല്ലാം കൊണ്ട് കാണിച്ചായിരുന്നു. അപ്പോൾ അതൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഒരു ഫോർമൽ ഷർട്ട് എടുക്കാൻ വേണ്ടിയാണ് പോയത്. സാധാരണ എൻ്റെ സെലക്ഷനൊന്നും ഹസ്ബൻഡിന് ഇഷ്ടപ്പെടാറില്ല. അപ്പം ഞാൻ വാങ്ങിച്ചിട്ട് പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഹസ്ബൻഡ് വന്നിട്ട് അത് റിട്ടേൺ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടത് എടുക്കും. അതാണ് സാധാരണ പതിവ്. അപ്പം ഞാൻ ഓർത്ത് ഇതുപോലെ തന്നെ ഒരെണ്ണം എടുക്കാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വന്ന് മാറ്റട്ടെ എന്ന് വിചാരിച്ചു. കുറച്ചുകൂടെ സെലക്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സ്റ്റുഡിയോയ്ക്കും കുറച്ചുകൂടെ സെലക്ഷൻ വെസ്റ്റ് സൈഡിലുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ഫോർമൽ ഡ്രസ്സ് എടുക്കാനായിരുന്നു എൻ്റെ ഉദ്ദേശം. ഫോർമൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ടീഷർട്ട് അങ്ങനെ എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവിടെയുള്ള എല്ലാ ഷർട്ടിൻ്റെയും നോക്കുവാണ്. അപ്പം കുറേ നല്ല ഭംഗിയുണ്ടായിരുന്നു ഷർട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കിടക്കുന്നത് കാണാനായിട്ട്. രാവിലെ ഞാൻ വന്നതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ 11 മണിക്ക് കട ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ വന്നു. ശരിക്കും 10 മിനിറ്റ് മുമ്പേ വന്നു. ഞാൻ 11 മണിക്കാണ് ഓപ്പൺ ചെയ്യുന്നതെന്നുള്ള കാര്യം മറന്നുപോയി. ഇവിടെ വന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അധികം അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സെയിലിൻ്റെ ടൈം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ല ഓഫർ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. കാരണം 699 ആ റേഞ്ചിലൊക്കെ ഷർട്ടിനകത്ത് ഞാൻ പ്രൈസ് ടാഗ് കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് ഓഫറിന് അല്ല, സെയിൽ ടൈമിൽ ഇട്ടതാന്ന് പറഞ്ഞിട്ട് അവർ ആ ഷർട്ടൊക്കെ എടുത്ത് മാറ്റി. അങ്ങനെ ഞാൻ പിന്നെ കുറേ ഷർട്ടൊക്കെ നോക്കി. ഹസ്ബൻഡിനാണെങ്കിൽ ഷർട്ട് എടുക്കാൻ അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് വരും, നോക്കും, ഏതെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്കും, ഇല്ലെങ്കിൽ എടുക്കത്തില്ല. പക്ഷേ എനിക്കാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാ ഡ്രസ്സും നോക്കിയിട്ട് എനിക്ക് ഒരുപാട് നോക്കി പിന്നെയും നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊരു ഷർട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ അവിടുത്തെ ഫ്ലോറൽ ടൈപ്പും ഹൂഡി ഡ്രസ്സും അല്ലാതെ ടീഷർട്ടുകളും എല്ലാ ടൈപ്പുള്ള ഡ്രസ്സിൻ്റെയും എല്ലാം നോക്കി അവസാനം ഞാൻ പിന്നെയും ഫോർമലിൻ്റെ സൈഡിലോട്ട് തന്നെ വന്നു. അവസാനം എനിക്ക് ഒരെണ്ണം ഇഷ്ടപ്പെട്ടു. എന്തായാലും ഭാഗ്യത്തിന് അത് ഹസ്ബൻഡിനും അത് ഇഷ്ടപ്പെട്ടു. റിട്ടേൺ ചെയ്യേണ്ടി വന്നില്ല. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെയാണ് കിഡ്സിൻ്റെ സെക്ഷനും ഉണ്ടായിരുന്നു. കിഡ്സിൻ്റെ ഡ്രസ്സെല്ലാം കിടപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഹോം ഡെക്കറിൻ്റെ സെക്ഷനും ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ആദ്യം ഇട്ട വീഡിയോയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഈ ഹോം ഡെക്കറിൻ്റെ എല്ലാ പാത്രങ്ങളും കാണാനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ശരിക്കും വെസ്റ്റ് സൈഡിൽ വന്നിട്ട് ഈ ഹോം ഡെക്കറിൻ്റെ സൈഡിലോട്ട് വന്നിട്ടേ ഇല്ല. ഇപ്പോൾ വീട് പണി നടക്കുന്നതുകൊണ്ട് ഇങ്ങനെ എല്ലാ ഐറ്റംസിനോടും ഒരു പ്രത്യേക അട്രാക്ഷനാണ്. അങ്ങനെ ഞാനിവിടെ വന്നിട്ട് കുറേ എല്ലാം നോക്കിയെല്ലാം വെച്ചു. അപ്പോൾ വാങ്ങിക്കേണ്ട കാര്യങ്ങൾ കുറേ പാത്രങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ എന്തായാലും ഇത് വാങ്ങിക്കാൻ വേണ്ടി വരണം. അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നല്ല ഭംഗിയാട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ പാത്രങ്ങളോടും ഡെക്കറേഷൻ ഐറ്റംസിനോടും താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടു നോക്കുക. അല്ലെങ്കിൽ അവിടെ വെസ്റ്റ് സൈഡിൽ പോകുക. നല്ല ഭംഗിയുള്ള കുറേ ഐറ്റംസ് ഉണ്ട് അവിടെ. ശരിക്കും ഓരോ ഐറ്റംസും നമ്മൾ വീടിൻ്റെ ആ ഒരു ലുക്കിനെ തന്നെ നന്നായിട്ട് മാറ്റും. ഞാൻ മറ്റേ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഇംഗ്ലീഷ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ കണ്ടിട്ട് ഒരു വീട്ടിൽ വെച്ചിരിക്കുന്ന ഐറ്റംസ് നമ്മുടെ ആ ഒരു വീടിൻ്റെ ലുക്കിനെ എന്തോരം മാറ്റും എന്നുള്ളത് എനിക്ക് അത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോൾ വീടിൻ്റെ കട്ടകെട്ടായതേ ഉള്ളൂ. ഇനിയിപ്പം കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കിനും എന്തായാലും കുറേ ഐറ്റംസ് എല്ലാം വന്ന് വാങ്ങിക്കണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ബൈ.